ഇന്നത്തെ RCB SRH മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഇന്ന് RCB തോറ്റത് കൊണ്ട് തന്നെ അവർ IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ 10 ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോട്ടൽ 14 മാച്ചാണ് ഒരു ടീമിനുള്ളത്. ഇതിനോടകം തന്നെ ചില ടീമുകൾ പകുതി മാച്ച് കളിച്ചു കഴിഞ്ഞു. നിലവിലിപ്പോൾ RCB 7 മാച്ച് കളിച്ചു. ഒരെണ്ണത്തിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 2 പോയിന്റ് മാത്രമേ RCBക്കുള്ളൂ. ഇനി ബാക്കിയുള്ള 7 മാച്ചിലെ 7 എണ്ണത്തിലും RCB ജയിക്കണം. ഇല്ലെങ്കിൽ അവർ IPL നിന്ന് പുറത്താണ്. ഡൽഹിയുടെയും മുംബൈയുടെയും അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അവരെ 6 മാച്ചിൽ നിന്ന് 2 കളി ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് അവർക്കുണ്ട്. ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ ഇവർക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ മുംബൈയും ഡൽഹിയും പുറത്താകും. നിലവിലിപ്പോൾ ടോപ്പ് 4-ൽ നിൽക്കുന്നത് രാജസ്ഥാൻ, കൊൽക്കത്ത, CSK, SRH ടീമുകളാണ്. ഇതിൽ നിന്ന് SRH കളി ജയിച്ചപ്പോൾ അവർക്ക് പ്ലേ ഓഫ് സാധ്യത കൂടിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ 8 പോയിന്റ് ഉണ്ട്. 6 മാച്ചിലെ 4 എണ്ണത്തിലും SRH ജയിച്ചിട്ടുണ്ട്. അത്രയും മികച്ച കളിയാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് SRH 80% പ്ലേ ഓഫിലെത്തും. ഇതുപോലെ തന്നെയാണ് CSK ടീമിൻ്റെയും അവസ്ഥ. 6 മാച്ചിലെ 4 എണ്ണത്തിൽ ജയിച്ചു. 8 പോയിന്റ് ചെന്നൈക്കുമുണ്ട്. അതുകൊണ്ട് ചെന്നൈയും 80% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ 95% പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമേ ഉള്ളൂ. അത് രാജസ്ഥാനാണ്. 10 പോയിന്റ് രാജസ്ഥാനുണ്ട്. ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഇനി രാജസ്ഥാന് 6 പോയിന്റ് മാത്രം മതി. അതായത് 3 മാച്ച് ജയിച്ചാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. ഇതേ സമയം തന്നെ ബാക്കിയുള്ള കൊൽക്കത്ത, CSK, SRH ഈ ടീമുകൾക്ക് 4 മാച്ച് ജയിക്കണം. എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. ഇനി താഴെയുള്ള LSG, GT ഈ 2 ടീമിനും 6 പോയിന്റ് ഉണ്ട്. പഞ്ചാബിന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും IPL അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. RCB എന്തായാലും പുറത്തായി. ഇനി അവർക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.